നമസ്കാരം. കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ വികസന വിരുദ്ധ നയങ്ങളുടെ ഫലമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമായിരുന്ന വലിയൊരവസരം അത് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ പരാമർശിക്കുന്നത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെക്കുറിച്ചാണ്. ഇതിനെ സംബന്ധിച്ച് നിരവധി ആശങ്കകൾ പല കോണുകളിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ, കേരളത്തിൽ സർക്കാരിനെ എതിർക്കുന്നവരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയൊക്കെ ഈ ആശങ്കകൾ ഉയർത്തിയിട്ടുള്ള ആളുകളാണ്. യഥാർത്ഥ വസ്തുതകൾ ഇത് സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ എന്താണ്? ഈ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണോ, അതോ അവരെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണോ? ഇതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഇന്ന് ഞാനിവിടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം കേരളത്തിൽ PSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം മഹാരാജാസ് കോളേജിൽ ഏതാണ്ട് 20 വർഷക്കാലത്തോളം മറ്റ് നിരവധി കോളേജുകളിൽ അധ്യാപകനായിരുന്നു. എഴുത്തുകാരനാണ്, ചിന്തകനാണ്, പ്രഭാഷകനാണ്. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹവുമായിട്ട് ഒരു സംഭാഷണത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെടുന്നത്. PM ശ്രീ പദ്ധതി, അതിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിൻ്റെ തീരുമാനം. PM ശ്രീ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളും നിർബന്ധമായിട്ടും നടപ്പിലാക്കിയിരിക്കണമെന്ന് ആ പദ്ധതിയിലെങ്ങും പറഞ്ഞിട്ടില്ല. 1986 അന്നാണ് രാജീവ് ഗാന്ധി നാഷണൽ സ്കൂൾ വന്നത്, റെസിഡൻഷ്യൽ സ്കൂൾ. അന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്നാണ്. നമ്മളെതിരായിരുന്നു, കേരളത്തിനെതിരെ. പിന്നെ അങ്ങനെ അവസാനം 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പദ്ധതി നടപ്പിൽ വരുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ പകുതി കമ്മ്യൂണിസ്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു മാത്തമാറ്റിക്സ് എടുത്ത് പഠിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണം ഈ മാത്തമാറ്റിക്സ് ഞാനും തമ്മിൽ യോജിപ്പില്ല എന്ന്. ഈ CPIക്ക് നമ്മുടെ മുഖ്യമന്ത്രി വഴങ്ങിക്കൊടുക്കുക ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാമൂഹ്യ ശാസ്ത്രത്തിലും ചരിത്രത്തിലുമൊക്കെ എവിടെയാണ് മതം വരുന്നത് ഒന്ന് പറഞ്ഞു തരൂ. സെക്കുലർ എഡ്യൂക്കേഷനായിട്ട് തന്നെ കാണണം. അതെ, അത് PM ശ്രീ ഉസ്മാൻ ആയാലും ഇസ്മയിൽ ആയാലും എന്ത് വരുന്നുവോ അതിനോട് നോ എന്ന് പറയും. ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് മാർക്സിസം എന്നാ പറയുന്നത്. അതിലിങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വ്യാഖ്യാനം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നില്ലേ ഉള്ളൂ. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ സവർക്കറെ പഠിക്കാൻ പാടില്ല, ഗോൾവാൾക്കറെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല. പിന്നെ അപ്പോൾ ഈ എല്ലാം പഠിക്കുന്നതല്ലേ ഒരു, അല്ല, എല്ലാം മനസ്സിലാക്കുകയും എല്ലാം അറിയാൻ ശ്രമിക്കുകയും എന്നിട്ട് വിലയിരുത്തി ഏതാണ് നല്ലത്, ഏതാണ് എനിക്ക് വേണ്ടത്, ഏതാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്, അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുന്ന രീതിയിൽ കുട്ടികൾ വളർന്നു വരിക. അല്ല, അതിനകത്തൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും സയൻസ് എന്ന് പറയുന്നത് മറ്റേ ഇത് ന്യൂട്ടോണിയൻ സയൻസിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ആ സയൻസാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ അംഗീകരിച്ചേക്കണം. ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സമുന്നത വേദി. അവർ പറയുന്നത് അന്തിമമാണ്. അവർ മാർക്സിയൻ ഇൻ്റർപ്രിട്ടേഷനിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷെ സയൻസ് അതിൽ നിന്ന് മാറി കാൾ പോപ്പർ എന്ന് പറയുന്നൊരു കക്ഷി വന്നതോടുകൂടി സയൻസിൻ്റെ എപ്പിസ്റ്റമോളജി, ജ്ഞാനശാസ്ത്രത്തിൻ്റെ സങ്കല്പം മാറിപ്പോയി. കാൾ പോപ്പർ പറയുന്നത് സയൻറ്റിഫിക് ഡിസ്കവറിക്ക്, കണ്ടെത്തലിന് ഒരു ലോജിക്കുമില്ല. സയൻറ്റിഫിക് പ്രാക്ടീസിന് ലോജിക്കുണ്ട്. അപ്പോൾ 2 തരം സയൻസ് വന്നു. ഒന്ന് കണ്ടെത്തുന്ന സയൻറ്റിഫിക് ഡിസ്കവറി, ദർ ഈസ് നോ ലോജിക് അറ്റ് ഓൾ. സയൻറ്റിഫിക് പ്രാക്ടീസ്, ഇറ്റ് ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ലോജിക്കലി. ഇത് ഇവരറിഞ്ഞിട്ടില്ല. ഇവരെപ്പോഴും പറയുന്ന ഒബ്സർവിങ് the fall of apple, mango, etc., etc., he jump into a conclusion എന്നാ പറയണ.
അങ്ങനെ ഒരു കൺക്ലൂഷനിൽ കാരണം 18ാം നൂറ്റാണ്ടിലെ സാഹചര്യത്തിൽ നിന്ന് ഒരു മുന്നോട്ട് ഇല്ല. പോകുന്നില്ല. ബസ് കിട്ടിയിട്ടില്ല. അതിനുശേഷം വേറൊരാൾ വന്ന്, തോമസ് കൂൺ, സ്ട്രക്ചർ ഓഫ് സയൻറ്റിഫിക് റെവല്യൂഷൻ. അതെ. അയാൾ വന്നിട്ട് പറഞ്ഞേ ഇതൊരു അയാളാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇതൊരു പാരഡൈം ചേഞ്ചാണ്. ആ പാരഡൈം ചേഞ്ച് വരുമ്പോൾ വാക്കുകളുടെ അർത്ഥം മുഴുവൻ മാറിപ്പോകും. ഇപ്പം ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നിന്നും ഐൻസ്റ്റീനിയൻ ഫിസിക്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പാരഡൈം ഷിഫ്റ്റാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, ഈ പാരഡൈം എങ്ങനെ ഉണ്ടാകുന്നത്? അത് പറയാൻ പറ്റില്ല. ഒരു ജനതയുടെ മൊത്തം മൂല്യബോധത്തിൽ നിന്നും ആ കോണ്ടക്സിൽ ഉയർന്നു വരുന്നതാണ് ഒരു പാരഡൈം. അപ്പോൾ അവിടെ നിന്നും പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരാൾ വന്നു, പോൾ ഫെയറാബൻ. അയാൾ എഗൻസ്റ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. സയൻസിന് അങ്ങനെ ഒറ്റ മെത്തേഡിൽ മാത്രം വെച്ച് നിങ്ങൾക്ക് സയൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. സയൻസ് ഒന്നിലേറെ മെത്തേഡുകൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ സങ്കല്പങ്ങളൊന്നും ഇവർക്കറിയില്ല. ഇവരിപ്പോഴും 18ാം നൂറ്റാണ്ടിൽ ആ ബസ് ഷെൽട്ടറിൽ കൊടിയും പിടിച്ച് നിൽക്കുകയാണ്. അവിടെ നിങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ല. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ കേരളത്തിന് ചെയ്തേക്കുന്ന ദ്രോഹം ചില്ലറയല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾ പറയുന്നത് മാത്രമാണ് എൻ്റെ മേളിൽ ഒരു കാര്യം എടുത്തു നോക്ക്. നമുക്കെല്ലാവർക്കും 24 hours വൈദ്യുതി കിട്ടണം, തർക്കമില്ല കാര്യത്തിൽ. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ പറ്റില്ല, കാരണം പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കും. ആറ്റോമിക് പ്രോജക്റ്റ് പറ്റില്ല, റേഡിയേഷൻ ഇഫക്റ്റ് ഉണ്ടാക്കും. ഡീസൽ വൈദ്യുതി നിലയം പറ്റില്ല, പൊല്യൂഷൻ ഉണ്ടാക്കും. പിന്നെ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും വൈദ്യുതി? കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നും മാത്രം ഉണ്ടാക്കിയിട്ട് ഈ ഇത്രയും ജനതയെ ഇതാക്കാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രായോഗിക ബുദ്ധി ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് കോഴിക്കോട് നിന്ന് നല്ല ഇരുമ്പയർ കിട്ടുന്ന ഒരു സാഹചര്യം വന്നു കോഴിക്കോട് നിന്ന്. അപ്പോൾ ടി വി തോമസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും നല്ല ഇരുമ്പയർ കിട്ടുന്ന സ്ഥലം കോഴിക്കോടാണ്. അപ്പോൾ ടി വി തോമസ് അത് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റീൽ പ്ലാന്റ് അവിടെ ഉണ്ടാക്കണം, അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഈ സ്റ്റീലിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട, നമുക്ക് സ്റ്റീല് കയറ്റി അയക്കാം. മാർക്സിസ്റ്റ് പാർട്ടി അന്നൊരു CPI-CPM മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ് സാധ്യമല്ല. എന്താണ്, അർമേനിയ ഇങ്ങനെ കുറേ രാജ്യങ്ങൾ പറഞ്ഞു, അവിടേക്ക് ഇത് കയറ്റി അയച്ചാൽ മതി, അവരുണ്ടാക്കിയിട്ട് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇത് തന്നെയാണ്. നമ്മൾ എന്ത് തുടങ്ങുന്നു, പുതുതായിട്ടുള്ള ഒന്നിനെയും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പുതുതായിട്ടുള്ളതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഒരു കുഴപ്പമാണെന്ന് വെക്കാം. അതിനെ എതിർക്കുന്നതാണ് ദുശാഠ്യം. അല്ല, അപ്പോൾ അതായിരിക്കും അതായത് ഇപ്പോൾ ഈ വലതുപക്ഷ ചരിത്രകാരന്മാർ എന്ന് പറയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ ഇത്രയും ഭയക്കുന്നത് അവരിത്രയും കാലം പറഞ്ഞത് ഈ വാദങ്ങൾ വരുമ്പം ആ പറഞ്ഞ വാദങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ജനം തിരിച്ചറിയുമെന്നുള്ള ഭയമാണോ? അത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സവർക്കറെ കുറിച്ച് പറയാം. ഈ സവർക്കർ ലോകം കണ്ട ഏറ്റവും വലിയ പാട്രിയോട്സിൽ ഒരാളാണ്, ഇന്ത്യയിൽ മാത്രമല്ല. കാരണം ഈ ദേശീയ ബോധത്തിന് വേണ്ടിയിട്ടും ജന്മനാടിനുള്ള കൂറിന് വേണ്ടി ഇത്രയേറെ സഹിച്ച ഒരാൾ വേറെയില്ല. ആൻഡമാനിൽ ഒക്കെ കിടന്ന്, അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് പോയിട്ട് ബ്രിട്ടീഷുകാരുടെ മണ്ണിൽ പോയിട്ട് ബ്രിട്ടനെതിരെ ആരും പറഞ്ഞിട്ടില്ല. ഇയാൾ ബ്രിട്ടനെതിരെ പറഞ്ഞ ആളാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു, എന്നിട്ട് രക്ഷപ്പെടുന്നത് അവിടെ നിന്ന് കടലിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ നോക്കും, വീണ്ടും കൊണ്ടുവന്ന് ഇടുന്നു. ഇങ്ങനെയുള്ള ഞാൻ പറയണ സവർക്കറെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം കൂടി പഠിപ്പിക്കണ്ടേ? ഇത് തമസ്കരിച്ചിട്ട് സവർക്കർ ഷൂ നക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതെങ്ങനെ ശരിയാകും? ഇപ്പോൾ EMS അടക്കമുള്ളവർ തീർച്ചയായിട്ടും ശരിയാണ്. ഇത് ഈ ബ്രിട്ടീഷുകാരുടെ ഏജൻ്റായിരുന്നല്ലോ 42-ൽ. പക്ഷെ ആ ഒറ്റ കാര്യം കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ EMSന് പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളാരും പറയില്ല.
പക്ഷെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്ത് ചില്ലറ മേടിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. ആ 42 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്ത് ചില്ലറ മേടിച്ചു എന്നുള്ള വസ്തുത ആയിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ EMS പങ്കെടുത്തിട്ടുണ്ട്. കറക്റ്റ്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ അതുകൂടി പഠിപ്പിക്കണം. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 42 EMS ചില്ലറ മേടിച്ച കാര്യം പഠിപ്പിക്കില്ല, ബാക്കി മുഴുവൻ പഠിപ്പിക്കും. അത് പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് അല്ല, വസ്തുതകളോട് കലഹിക്കരുത്. കറക്റ്റ്. വസ്തുതകളോട് കലഹിക്കരുത്. അത് വസ്തുതകളായിട്ട് നിൽക്കട്ടെ. അതിൽ നിന്ന് ഈ പുതിയ തലമുറ അവർക്ക് വേണ്ടത് വേർതിരിച്ച് അവർ സ്വീകരിക്കട്ടെ എന്ന്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നത് സ്വീകരിച്ചാൽ മതി എന്ന് എന്തിനാ അവരോട് പറയണ? കറക്റ്റ്. ഇപ്പോഴത്തെ കുട്ടികളോട് അതിപ്പോൾ ഈ സർവകലാശാലകളിൽ ഈ PM ഉഷ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു പദ്ധതി വന്ന് അത് നടപ്പിലാക്കിയിട്ട് ഇവിടെ കുഴപ്പമൊന്നുള്ളതായിട്ട് ആരും അല്ല, ഒറ്റ കാര്യമുള്ളൂ, നേരെയും നടപ്പിലാക്കിയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അങ്ങയുടെ ഭാര്യ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് അടക്കം ടീച്ചേഴ്സാണ്. ഞാൻ ടീച്ചറായിരുന്നല്ലോ. ഞാനിപ്പോഴും ഒരു അധ്യാപകനാണ്. ഇപ്പോഴും ഞാൻ ഡിസ്റ്റിങ്വിഷ്ഡ് പ്രൊഫസറായിട്ട് അമൃതയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അധ്യാപകനാണ്. പക്ഷേ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മളിവിടെ UGC പദ്ധതി നടപ്പിലാക്കി. എല്ലാ അധ്യാപകരും കാർ വാങ്ങിച്ചു. ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ UGC പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശമ്പളം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മാരുതി കാർ മേടിച്ചു. അതാണ് ഞാൻ ആദ്യം കാണുന്നത്. UGC പദ്ധതിയുടെ ആദ്യം കാണുന്നതാണ്. നമ്മുടെ അക്കാദമിക രംഗത്ത് എന്ത് മികവ് അതുകൊണ്ടുണ്ടായി എന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? ഈ UGC പദ്ധതി നടപ്പിലായതുകൊണ്ട് UGC പദ്ധതി വാദ്യന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയല്ല. കറക്റ്റ്. അത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ 4 ഘടകങ്ങളാണ് ടീച്ചിങ്ങിലുള്ളത്. UGC ഇത് നന്നായിട്ടാണ് ഭാവന ചെയ്തേക്കുന്നത്. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ഇത് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം അങ്ങനെയല്ല, ഈ പുസ്തകം എടുത്ത് അവിടെ പോയി ഒന്ന് വായിക്കുക, അതല്ല. പഠിപ്പിക്കാനുള്ള അക്കാഡമിക് കണ്ടൻറ് ഉണ്ടാക്കുക. ഒന്ന്, നമ്മൾ അക്കാഡമിക് കണ്ടൻറ് ഉണ്ടാക്കണം. 2, അത് പോയിട്ട് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. 3, കുട്ടികളുടെ ഇവാലുവേഷൻ നടത്തണം. 4, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ്ങിലുള്ളത്. അത് കഴിഞ്ഞാൽ വരുന്ന റിസർച്ചാണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ടായിരുന്ന അന്വേഷണമല്ല റിസർച്ച്. നമ്മൾ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ വിജ്ഞാനത്തെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പ്രായോഗികമായി അത് പ്രയോഗത്തിലെത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നിന്ന് വേണം ഗവേഷണം നടത്താനായിട്ട്. പക്ഷേ സാറ് പറഞ്ഞ ഈ കണ്ടന്റ് ഉണ്ടാക്കുക, പഠിപ്പിക്കുക, പരീക്ഷ നടത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. പക്ഷേ ഈ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് ഒരു അധ്യാപകൻ അയാളുടെ സ്വന്തം ഇതിൽ അയാൾ വിട്ടുകൊടുത്തു എന്നിരിക്കട്ടെ, എന്തായിരിക്കും കേരളത്തിൽ? ഒറ്റ കാര്യമുള്ളൂ, കോളേജ് അടച്ചു പൂട്ടേണ്ടി വരും. അല്ല, അതേ പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? കുട്ടികൾ യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുവനന്തപുരത്ത് അല്ല, കുട്ടികൾ ചെല്ലില്ല. അല്ലല്ലോ, കുറെ പേർക്ക് എന്തായാലും കിട്ടും. അല്ല, അത് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? അങ്ങനെ അത് പക്ഷേ ആ വിലയിരുത്തൽ എത്തുമ്പോൾ ഞാൻ കൊല്ലം കുറെ കഴിയും. അല്ല, ഈ മോഹൻലാൽ ഒരു സിനിമ പറയുന്നില്ലേ BCom ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. അതെ, ഈ BCom ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് തിരിച്ചറിഞ്ഞിട്ടാണ് ആ വിദ്യാഭ്യാസത്തിന് ഈ കുറവുണ്ട്, അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടാണ് PM ശ്രീ കൊണ്ടുവന്നത്. വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ 56,000 ഡിഗ്രി കോളേജ് സീറ്റുകളിൽ 33,000 ഒഴിഞ്ഞു കിടക്കുക. അല്ല, ബാക്കിയുള്ളതാ? അല്ല, റെഗുലർ കോളേജ് വേറെ. റെഗുലർ കോളേജിൽ 2.25 ലക്ഷത്തിൽ 80,000 ഒഴിഞ്ഞു കിടക്കുക. ഈ 80,000 ഒഴിഞ്ഞു കിടന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. 80,000 ഡിവൈഡഡ് ബൈ 30 എത്ര ടീച്ചേഴ്സിന് വെറുതെ കാശ് കൊടുക്കുന്നുണ്ട്? അല്ല, അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ തീരുമാനം എടുത്തതുപോലെയുള്ള ഇതാണ് സ്ഥിതിയെങ്കിൽ
ഇനിയും ഇതുപോലത്തെ ഇഷ്ടം അല്ല ഇതുപോലെ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്നത് നമ്മളെല്ലാ രംഗത്തും പുറകിലേക്കാണ് പോകുന്നത്. ഈ നയങ്ങളുടെ ഫലമായിട്ട് കൊയ്ത്ത് യന്ത്രം വന്നപ്പോൾ, ട്രാക്ടർ വന്നപ്പോൾ, എന്തിന് പാലക്കാട് ഒരു സമരത്തിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഗോശ്രീ എന്നൊക്കെ പറഞ്ഞ പഴയ പത്രം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പുഴ ഡാം വരുന്നു, മാർക്സ് പാർട്ടി സമരം പ്രഖ്യാപിച്ചു. എന്താ കാര്യമെന്നറിയാമോ? ഡാം വന്നു കഴിഞ്ഞാൽ അവിടെ കടത്തിറക്കിക്കൊണ്ടിരിക്കുന്ന കടത്തുകാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. സമരം പ്രഖ്യാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് പക്ഷേ കുറേ കഴിഞ്ഞിട്ട് തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്ക് സംശയം. ഇപ്പോൾ ഈ സീ പ്ലെയിൻ അനുവദിക്കാൻ ഇപ്പോൾ തീരുമാനം എടുത്തു, റൂട്ട്. അപ്പോഴേക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ലോകം കുറേ വീണ്ടും മുന്നോട്ട് പോയി. ലോകം ഒരുപാട് മാറിയിട്ടാണ് നമ്മളിങ്ങനെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. ലോകം നമ്മളെക്കാൾ മുമ്പ് പോവുകയും നമ്മൾ പുറകെ ഓടുകയും ചെയ്യുന്നു. ലോകത്ത് വരുന്ന മാറ്റം. ഇപ്പോൾ അവർ ഓരോ സ്ഥലത്തും നമ്മൾ കാണേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തെ ഗവേഷണ രംഗം പരിതാപകരമാണ്. ഈ ഗവേഷണം ഇല്ല, പ്ലാനിങ് ഇല്ല, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NSS ആക്ടിവിറ്റി ഉണ്ടല്ലോ കോളേജിലുള്ള, അതല്ല. സർവകലാശാലകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിജ്ഞാനം ലഭിക്കാൻ ഇടയില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരിലേക്ക് ഈ വിജ്ഞാനം എത്തിക്കുന്നതിനെയാണ് എക്സ്റ്റൻഷൻ. ഇതൊന്നും നടക്കുന്നില്ല. ടീച്ചിങ് നടക്കുന്നില്ല, റിസർച്ച് നടക്കുന്നില്ല, പ്ലാനിങ് ഇല്ല, എക്സ്റ്റൻഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് നടപ്പിലാക്കിയിട്ട് എന്ത് മാറ്റമുണ്ടായി എന്ന കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? അല്ല, അത് മിനിമം വേണ്ടേ? കാരണം അക്കാദമിക രംഗത്ത് ഇതിൻ്റെ യോഗ്യത കൊണ്ട് എന്തുണ്ടായി? അധ്യാപകർക്ക് ശമ്പളം കിട്ടി, UGC സ്കെയിലിൽ എല്ലാവരും ഉണ്ട്, ഇതൊക്കെ സമ്മതിക്കുന്നു. അധ്യാപകർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. കാരണം അതൊരു 24 hours ജോബാണ്. അതിന് വെക്കേഷനില്ല, 24 hours ജോബാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമുക്കിപ്പോഴും വന്നിട്ടില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ +2 വന്ന സമയത്ത് എതിർത്താരാണെന്നറിയാം? AKPCT-കാരാണ്. അവരുടെ വിപ്ലവകാരികളാണ്. അന്നത്തെ എൻ്റെ നേതാവിൻ്റെ പേര് എന്തൊരു ഗോപാലകൃഷ്ണൻ മറ്റോട്ടായിരുന്നു തോന്നുന്നത്. കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി പോയി കഴിഞ്ഞാൽ കോളേജിൻ്റെ ഭംഗി നഷ്ടപ്പെടും, കോളേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെടും. പിന്നെ അതല്ല, കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ സമരം ചെയ്യാനാണ്? അതിനകത്തൊരു തീരുമാനം വേണം. കോളേജിൽ പോകുന്നത് പഠിക്കാനല്ലല്ലോ, സമരം ചെയ്യാനല്ലേ. സമരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് കോളേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കാലികമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരമായിരുന്നു ഈ PM ശ്രീ. അതാണ് ഇപ്പോൾ അത് വേണ്ട എന്ന് വെക്കാണ്. അല്ല, അതിന് പറയുന്ന കാരണം ഇനിയിപ്പോൾ കോളേജുകൾ പഠിക്കാൻ വേണ്ടി കുട്ടികൾ കേരളം വിട്ടു പോകുന്നത് പോലെ സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ടടക്കം കഴിവുള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ വേറെ വിദ്യാലയങ്ങളിലേക്ക് പോകും, CBSE സിലബസിലേക്ക് പോകും. ഇത് നടപ്പിലാക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ വിഷമം. അല്ല, സാധാരണക്കാരൻ്റെ ജീവിതത്തെയാണ് ഇവരുടെ എല്ലാ സമരങ്ങളും എന്നും ബാധിച്ചിട്ടുള്ളത്. കാരണം CBSE-കാർക്ക് ഇത് നടക്കും, കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇത് നടക്കും. അവിടെയൊക്കെ നടന്നില്ല. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളും നമ്മുടെ കേരള സിലബസ് എന്ന് പറഞ്ഞാൽ കേരള സിലബസിൻ്റെ നിലവാരം കുറെ കൂടി താഴോട്ട് പോകും. അല്ല, എത്ര താഴ്ത്താൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പഠിക്കേണ്ടതെന്നുള്ളതാണ്. കോണ്ടക്സ്റ്റുവലായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആ കോണ്ടക്സ്റ്റിൽ നിന്ന് ഒരു വാക്കെടുത്ത് ഒരു മെറ്റഫർ എടുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും. ആ കോണ്ടക്സ്റ്റുവലായിട്ടുള്ള ഒരു പെഡഗോഗിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്നാണ് PM ശ്രീ പറയുന്നത്. അത് വേണ്ടെന്നാണ് പറയണം. അതിനകത്തൂടെ അല്ലാതെ പറ്റുകയില്ല. കാരണം അത്ര തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം നൽകുന്നൊരു വർക്ക് കൾച്ചറുണ്ട്.
പഠിക്കൽ ഒരു ഗൗരവമുള്ള കാര്യമാണെന്നും അതെ. അതിന് മുഴുവൻ സമയം നമ്മൾ ചെലവഴിക്കണമെന്നും അങ്ങനെ ചെലവഴിച്ചാൽ മാത്രമേ ഇതിനകത്ത് നിൽക്കാൻ കഴിയുമെന്നൊരു ശരാശരി വിദ്യാർത്ഥിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവൻ 10-15 കൊല്ലം നിരന്തരം ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അത് ശീലമായിട്ട് അങ്ങോട്ട് ആ ഒരു അപ്രോച്ചോട് കൂടിയിട്ട് അങ്ങോട്ട് പോകും. ഇതിപ്പോൾ ആ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് വിദ്യാഭ്യാസം കൊണ്ടു നടക്കുന്നത്. എവിടെ പോയി അവസാനിക്കും എന്നുള്ള കാര്യം പിന്നെ ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ രംഗം കുട്ടികൾ ഉപേക്ഷിച്ചു. എല്ലാ കുട്ടികളും, അതിപ്പോൾ മറ്റേ എന്താണ് AK ബാലൻ്റെ മക്കളായാലും പിണറായിയുടെ മക്കളായാലും മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളായാലും അവരെല്ലാം അത് ഉപേക്ഷിച്ചിട്ട് അവരെല്ലാം വിദേശ സർവകലാശാലയിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടി വരികയാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ സ്വന്തം മക്കളുടെ കാര്യം പിന്നെ ആര് നോക്കും? പക്ഷേ പിന്നെ മറ്റവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം തകർന്നു കഴിഞ്ഞാൽ ഒരു സമൂഹം തകർന്നു പോകും. പിന്നെ ഇതിനകത്ത് ബലിയാടാക്കപ്പെടുന്നത് ഏറ്റവും ദരിദ്രരായ മനുഷ്യരാണ്. പറഞ്ഞത് സാധാരണ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനെയാണ് ഇവരെ നശിപ്പിച്ചുകൊണ്ട് ഏറ്റവും ദോഷകരമാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസത്തെ വികസിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരണം എന്ന പ്രതീക്ഷയോട് കൂടി ചെയ്യുന്ന സമയത്ത് അത് വേണ്ട എന്ന് പറയണ്. അത് വേണ്ട എന്ന് പറയുന്നത് PM ശ്രീ എന്ന പേരുണ്ടെന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ആരാണ്? എനിക്ക് മറ്റേ എന്താണ് ഒരു കോമാളി വേഷം ആണ് ഈ D രാജയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ ഒരു നേതാവിൻ്റെ കാല് പിടിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് നേടിയ ഒരു രാജ്യസഭാ സീറ്റ് സംഘടിപ്പിച്ച് അതിൽ വിലസി നടന്ന ഒരാളെക്കുറിച്ച് കോമാളി എന്നല്ലാണ്ട് ഇവനെ ഞാൻ എന്ത് വിശേഷിപ്പിക്കണം? D രാജയുടെ ആ സംഭവം അതായിരുന്നു. എനിക്ക് ഒരു മനുഷ്യനോടുണ്ടാകാവുന്ന സർവ്വപുച്ഛവും വന്ന ഒരു രംഗം അതാണ്. കാരണം ജയലളിതയെപ്പോലെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ ഒരാളല്ല, അവരുടെ പാദത്തിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തനിക്ക് ഒരു രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ഭിക്ഷ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കൊടുത്ത ആ രാജ്യസഭാ സീറ്റിൽ വിലസി നടന്നുകൊണ്ടാണ് ഇരുന്നുകൊണ്ട് D രാജ ആദർശം പറയുന്നതെന്ന് കേൾക്കുമ്പോൾ കോമാളി എന്നല്ലാണ്ട് വേറൊരു വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്തായാലും അത് ബിനോയ് വിശ്വത്തിനും അത് ബാധകമാണ് എന്നുള്ള കാര്യം അറിഞ്ഞാൽ അദ്ദേഹത്തിനും ഉള്ള. എന്തായാലും ഈ വിഷയം പ്രത്യേകിച്ച് PM ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും ഇതിനെല്ലാം കുറിച്ചിട്ടുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ, അതുപോലെ കുപ്രചരണങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു വസ്തുതകൾ സാറിൻ്റെ ഈ സംഭാഷണത്തിലൂടെ അല്ല, അത് എന്താ കാര്യം, ഇതിന് ഇങ്ങനൊരു വസ്തുത ഉണ്ട് എന്നുള്ള കാര്യം പ്രചരിപ്പിക്കുന്നതിൽ ഇതിൻ്റെ ഈ പ്രചാരകരും പരാജയപ്പെട്ടു എന്ന് വേണം കരുതാനായിട്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇതാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അല്ല, അതിലേക്ക് ഈ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച അതിനുപകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.